വേലുച്ചാമിപുരത്താണ് ഈ ദുരന്തം ഉണ്ടായത്. ശ്രീജിത്ത്, ഈ മറ്റാളുകളുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ദുരന്തം ഉണ്ടായ ആ സ്ഥലത്തെ മറ്റെന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളവർ, ശ്രീജിത്ത്? ഉന്മേഷം, നമ്മൾ നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ ആളുകളുമായി ഇവിടെ അല്പസമയം മുൻപ് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് ആളുകളൊക്കെ നമ്മോട് സംസാരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കടയിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഒരു 3 വയസ്സുകാരിയെ അല്പസമയം മുൻപാണ് കണ്ടെത്തിയത്. തീർത്തും ഗുരുതരാവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടി എന്നാണ് ആ കടയുടെ ഉടമ നമ്മോട് സൂചിപ്പിച്ചത്. നിരവധി രാഷ്ട്രീയ പാർട്ടികളിലെയൊക്കെ തന്നെ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരം പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വലിയ സ്വപ്നങ്ങൾ, അതായത് വിജയ് എന്ന രാഷ്ട്രീയ നേതാവിന് അപ്പുറത്തേക്ക് ഒരു താരത്തെ കാണുക എന്ന ആ ഒരു സ്വപ്നമായി ഈ മേഖലയിലെ ജില്ലയുടെ അതിർത്തികൾ ഔട്ടർ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ച ആ മേഖലകളിൽ നിന്നൊക്കെ നിരവധി ആളുകളാണ് ഈ വേലുച്ചാമിപുരത്തേക്ക് എത്തിച്ചേർന്നത്. ആ ആൾക്കൂട്ടമാണ്. അത് 12:30 മണിയോടുകൂടി വിജയ് വരുമെന്ന് പറയുന്നു. പിന്നീട് വീണ്ടും മാറുന്നു. അത് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതായത് വെള്ളം പോലും ഇല്ലാതെ, ഭക്ഷണം പോലും ഇല്ലാതെ, ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് വെള്ളവും ഭക്ഷണവും പോലും ഇല്ലാതെ ആളുകൾ ഈ മേഖലയിൽ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം സ്വാഭാവികമാണ്. ആ കുട്ടികളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, നിറയെ പുരുഷന്മാരുണ്ടായിരുന്നു. എല്ലാവരും ഈ മേഖലയിൽ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികം ആ കൂട്ടം പിന്നീട് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ തന്നെ വലിയ ഒരു തിക്കിലേക്ക് പോവുകയായിരുന്നു. വിജയ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു തിക്കിലേക്ക് ആളുകൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുതന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയത് നിസ്സംശയം പറയാം. ഞാൻ നേരത്തെ വിജയുടെ ഒരു പ്രസംഗം ഇന്നലെ സ്റ്റാലിനെയും അതുപോലെ തന്നെ മറ്റാളുകളെയും ഒക്കെ തന്നെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് വിജയുടെ നേതൃത്വത്തിൽ ഒരു പ്രസംഗം നടന്നിരുന്നു. സ്വാഭാവികമാണ്, അത് രാഷ്ട്രീയമായ ഒരു പ്രസംഗമാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ ഒരു റാലിക്ക് തമിഴ്നാട്ടിലെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം നടത്തിയ ഒരു റാലിയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു: സ്റ്റാലിൻ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ വൈദ്യുതി ഓഫ് ചെയ്യാറുണ്ടോ, പവർ കട്ട് ചെയ്യാറുണ്ടോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് വിജയ്ക്ക് മാത്രം ഇത്തരത്തിൽ പവർ കട്ട് ചെയ്യുന്നു എന്ന ചോദ്യം ഒക്കെയായിരുന്നു അദ്ദേഹം ഉയർത്തിയിരുന്നത്. അന്ന് തിരിച്ച് DMK-യുടെ ആളുകളും അതുപോലെ തന്നെ സർക്കാരിലെ ഔദ്യോഗികമായുള്ള ഒരു വിശദീകരണം, വിജയെ കാണാൻ വേണ്ടി വരുന്നത് ഒരു വലിയൊരു കൂട്ടമാണ്. സ്വാഭാവികമായി ആ കൂട്ടത്തെ നിയന്ത്രിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതിനൊരു രാഷ്ട്രീയ ഭേദമന്യുള്ള ആളുകൾ, നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും തലപ്പത്തിരുന്ന ആളുകളൊക്കെ തന്നെ TVK-യുടെ കൂടെയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയ്യുടെ ഒരു നടികർ രസികർ സംഘം, അതായത് വീരാരാധന മൂത്തുള്ള ഒരു താരപരിവേഷമുള്ള വിജയുടെ ഒരു ആരാധക വൃന്ദമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവർക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ളൊരു ശീലം അവർക്കുണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കമൽഹാസൻ വിജയോട് മുൻപ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു: ആൾക്കൂട്ടം ഒരിക്കലും ഒട്ടായി മാറുകയില്ല. അങ്ങനെ ആൾക്കൂട്ടം ഒട്ടായി മാറുകയാണെങ്കിൽ തനിക്ക് വന്ന ആൾക്കൂട്ടം ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടമായിരുന്നു എന്ന് കമൽഹാസൻ സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആൾക്കൂട്ടം എന്ന രീതിയിൽ വിജയ് ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തമുണ്ടായത്. ഇന്നലെ സ്റ്റാലിനെതിരെ വലിയ രൂക്ഷമായ രീതിയിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. ഉദയനിധി സ്റ്റാലിനെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചു ഈ വേലുച്ചാമിപുരത്ത് വെച്ച്. പക്ഷേ അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് വിജയ് നിൽക്കുന്ന ഒരു വേദിയിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. എന്തായാലും വിജയ് ഇപ്പോഴുമുള്ളത് ചെന്നൈയിലാണ്. പക്ഷേ വിജയ് രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ആളുകൾ പൂർണ്ണമായി ഉള്ളത് ഈ പറയുന്നത് പോലെ ഈ മേഖലയിൽ തന്നെ. ഉദയനിധി സ്റ്റാലിൻ വിദേശ പര്യടനത്തിലായിരുന്നു. നേരത്തെ സൂര്യ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ആ പര്യടനം പൂർണ്ണമായി കൃത്യമായ രീതിയിൽ നിർത്തിവെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 9 മണിയോടുകൂടി കരൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വേലുച്ചാമിപുരം വലിയ ദുരന്ത ഭൂമിയായി മാറുന്ന ഒരു കാഴ്ച ഈ പ്രദേശത്ത് ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഇത് പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് മാറ്റാനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഏത് മേഖലയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മരിച്ച ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. ഈ അടുത്ത കാലത്ത്, നേരെ സൂചിപ്പിച്ച പോലെ തന്നെ, ഈ അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് ഇങ്ങനെ തിക്കും തിരക്കും വരികയും അതിൻ്റെ ഭാഗമായി ആളുകൾ മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം, മരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഒന്നും ഉണ്ടാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. നേற்றுக்கு இருந்தா இங்கே நாங்கள் இப்போ தான் வந்திருக்கிறோம். நாங்கள் ஈரோடு. ஆமாம், ஈரோட்டிலேருந்து வந்திருக்கிறோம். இந்த மாதிரி ஒரு சம்பவம் நடந்துருச்சுன்னு சொல்லி பார்த்துட்டு போகலான்னு வந்தோம். ரொம்ப மனசு கஷ்டமாக இருக்குது. நான் இப்போ தான் மார்ச்சுவரிலேருந்து வந்திருக்கிறேன். கிட்டத்தட்ட பார்த்தீங்கன்னா நாங்கள் நிறைய ஆளுகள் வந்துருக்குறாங்க. பைத்தியக்காரனுங்க, சினிமா நடிகர், ஒரு நடிகர் தான். இது வந்து பெரிய கடவுள் கிடையாது.
இன்னைக்கு நாளைக்கு பார்க்கலாம். ஆக்சுவலாக வந்து இது வந்து இந்த டீமே வந்து ஒரு ஏமாத்து வேலை மாதிரி பண்ணுறாங்க. ஏன்னு கேட்டிங்கன்னா, நாமக்கல்லில் ஒரு மீட்டிங்கு, அங்கேருந்து ஆட்களை அப்படியே கூட்டு வர்றாங்க. அவங்க டிவிகேவோட தொண்டர்களே நாமக்கல்காரங்க, ஈரோடுக்காரங்க, இங்கே இருக்க சுற்றுவட்டத்தில் எல்லா பக்கமும் இருக்கிறவங்களும் டோட்டலாக கொண்டு வந்து இறக்கி ஒரு பெரிய பிம்பத்தை ஏற்படுத்தணும்னு சொல்லி காட்டுறாங்க. ஆனால் இந்த உள்ளர மார்ச் ஊரில் போய் பார்க்கும்போது பார்த்தீங்கன்னா, சின்ன சின்ன குழந்தைங்க பார்த்தீங்கன்னா எல்லாம் பார்த்தீங்கன்னா 2-3 வயசு குழந்தைங்க. நீங்கள் வந்து நான் ஒரு கோரிக்கை வைக்கிறேன். நீங்கள் வந்து விஜயோட ரசிகராக இருந்தால் இருந்துட்டு போங்க, அது ஒன்றும் பிரச்சனை இல்லை. உங்கள் உயிரை நீங்கள் நான் எப்படி கொடுத்துட்டு போங்க, ஒன்றும் சிக்கல் இல்லை. ஆனால் உங்களோட குழந்தைகளை நீங்கள் எப்படி இப்படி கூட்டு வர போச்சு? உங்கள் தலைவர் தான் சொல்லிக்கிறாருல்ல, கூட்டு வரக்கூடாதுன்னா கூட்டு வர வேணாம். உங்கள் உயிர் போனால் போட்டு மயிரன்னு ஆகுது. பச்சிலம் குழந்தைகளை அந்த மாதிரி பழி கொடுத்துட்டு அங்கே கதறவங்களோட எண்ணம் இந்த தலைவனுக்கு தெரியுமா? திருப்பதியில் திருச்சிராப்பள்ளியில் ஃப்ளைட்டில் போகிறாருங்க, ஒரு 30 பேர் இறந்துட்டாங்கன்னு சொல்லி கேட்குறாங்க. ஒரு வாயை திறந்து ஒரு இரங்கல், ஒரு மனசு கஷ்டமாக இருக்குதுன்னு கூட சொல்லக்கூட தயங்குற தலைவன் தேவையே கிடையாது. வந்து இவங்க ஒரு ஜாம்பி கூட்டம் மாதிரி. இனிமேல் நான் என்ன சொல்கிறேன்னா, இதுக்கு அடுத்த முறையும் சனிக்கிழமை எந்த இடத்துல வந்து ஒரு மீட்டிங் போட்டாலுமே பெண்களோ, கர்ப்பிணி பெண்களோ, குழந்தைகளோ யாருமே தயவு செஞ்சு போகாதீங்க. இது ஒரு സൈക്കോ പാറ്റ് மாதிரி. പുരിയുന്നുங்களா? അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. നിരവധി ആളുകൾ പല മേഖലകളിൽ അദ്ദേഹം ഈറോഡിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. ഒരു കാരണവശാലും ഇത്തരത്തിൽ കുട്ടികൾ പോകരുതെന്ന് പറയുന്നത്. അടുത്ത ശനിയാഴ്ചയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ മീറ്റിംഗ് വയ്ക്കും. അവിടേക്ക് കുട്ടികളായും തന്നെ പോകരുത്, ഇത്തരത്തിൽ അടുത്ത തവണയെങ്കിലും കാണാമല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി ആളുകൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നിരവധി ആളുകൾ ഇതുപോലെ സംസാരിക്കുന്ന, രോഷാകുലരായി സംസാരിക്കുന്ന കാഴ്ച നമ്മൾ ഈ മേഖലയിൽ കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചിരുന്നു. എന്തായാലും വളരെ സങ്കടകരമാണ് വേലുസ്വാമിപുരത്തെ ഈ കാഴ്ചകൾ. വേലുസ്വാമിപുരത്തെ ഈ എൻ്റെ പുറകിലെ ബോർഡിന് താഴെ പോലും സമാനമായ രീതിയിൽ വിജയുടെ കൊടികളും തോരണങ്ങളും ഒക്കെ തന്നെ കാത്തു നിൽക്കുന്ന ഇവിടെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇത് പൂർണ്ണമായി പോലീസ് പ്രാദേശിക ഭരണകൂടത്തെ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ആ മേഖലയിൽ ആളുകളൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ നാട്ടുകാരാണ്, അവർക്ക് പോലും ഒരുപക്ഷെ ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും തന്നെ ഏതാണ്ടൊരു മണിക്കൂറുകളോളം ബന്ദികളാക്കപ്പെട്ട തരത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം 12:30 മണിയോടുകൂടി വിജയ് എന്ന താരം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി TVK അതിൻ്റെ പരിപാടിക്ക്, റാലിക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു. സ്വാഭാവികമായി ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെല്ലാവരും തന്നെ അതിനു മുൻപ് ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി മുഴുവൻ ആളുകളും ഈ മേഖലയിലെത്തുന്നു. അതിനുശേഷമാണ് കൃത്യമായ രീതിയിൽ ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. 12:30 മണിയോടുകൂടി വിജയ് എത്തിച്ചേരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് അദ്ദേഹം വന്ന സമയം പിന്നീട് വളരെ വളരെ വൈകിപ്പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു ദുരന്തം നടന്നത്. അമ്മ നേരിട്ടിരുന്നതാ എന്താ സംഭവിച്ചത്? அதில் நிறைய கும்பல், நிறையான கும்பல் தாங்க முடியல. பசங்க தான் இல்லை, நிறையா பிள்ளைங்க பசங்க எல்லாம் கும்பல். டைமில் இந்த ஒரு அபகடம் நடந்தது. அது வந்து ஒரு 12 இருக்கிறாங்களே, காலையில் 12 குடி தண்ணி போலும் கிடக்கல, 7-8 தான். 7 மணிக்கு விஜய் வந்த உடனே தான் இது நடந்தது. அதுக்கு முன்னாடிலாம் எந்த இதில் ஒருத்தர் மயக்க மாட்டாங்க, அதெல்லாம் சரி ஆகிடுச்சாட்டிருக்குது. விஜய் வந்த உடனே கபக்குன்னு இந்த மாதிரி ஆகிருக்கு. அதுக்கு முன்னாடியில் எந்த சமாசாரம் எங்களுக்கு நாங்கள் பக்கத்து அங்கே இந்த தெருவில் தான் இருக்கிறோம். அதுக்கு முன்னாடிலாம் எந்த இது இல்லைங்க. ஃபுட்டு குடி தண்ணி ஏதாவது அதெல்லாம் எதுவும் கிடையாதுங்க. எல்லாம் தண்ணியெல்லாம் நாங்களாம் தண்ணி கொடுத்தோம் அவங்களுக்கு வந்தைகளுக்கெல்லாம். 2 குடம் மோந்து வச்சு எல்லாம் குடிச்சாங்க தண்ணி. வந்தையெல்லாம் தாவப்பட்டி இருக்கா பல தெருவுக்குள்ளே வந்து கேட்டாங்க, அதெல்லாம் தண்ணி கொடுத்தோம் எல்லாரும். அதுக்கும் பிற்பாடு இந்த பிரச்சனையே. 9 குழந்தைகள் இறந்து போச்சுன்னு 10 குழந்தைங்கிறாங்க. என்னன்னே தெரியலைங்க, இப்படி இந்த மாதிரி ஆனது. நம்ம ஆன்லைனில் எல்லாமே பண்ணிட்டு இருக்கோம். PM completed for 14. கொஞ்சம் அப்புறமா கொஞ்சம் முடிச்சுட்டு வந்துடுறோம். சரிங்க, 14 முடிச்சிருக்கோம். How many bodies have been identified? 38 bodies out of 39 I have identified. One yet to be identified. PM completed for 14 bodies that are handed over to the relatives for final. Injuries are 51 patients are in IP, but they are not in red zone or they are under observation. So hopefully they will recover at the earliest. Thank you. முடிச்சிட்டோம்.
கொஞ்சம் மாண்பு முதலமைச்சரே கொடுத்துருக்காங்க. எத்தனை பேர் உள்ள இருக்காங்க, எத்தனை பாடி வெளியே போயிருக்கு? இல்ல இப்போ வந்து மொத்தம் 50 மொத்தம் 39ல 38 உடல்கள் வந்து ஐடென்டிஃபை பண்ணியிருக்காங்க. ஒரே ஒரு உடல் மட்டும் ஐடென்டிஃபை பண்ண வேண்டியிருக்கு. 38ல 14 போஸ்ட்மார்ட்டம் முடிச்சுட்டு அந்த உறவினர்கள்ட்ட கொடுத்துருக்கோம். மற்றது வந்து நம்ம மருத்துவர்கள் குழு வந்து ரொம்ப வேகமாக பண்ணிட்டு இருக்காங்க. ஸோ அதையும் மிக விரைவாக வந்து முடிச்சுட்டு ஹேண்ட் ஓவர் பண்ணிடுவோம். 51 பேஷண்ட் இதில் இருக்காங்க, கிரிட்டிக்கல் இதில். ஒருத்தர் தவிர மற்றவங்க எல்லாமே சேஃப் ஜோனில் இருக்காங்க. ஓவராலாக 111 பேர் வந்து சிகிச்சையில் இருக்காங்க. இல்லை, நம்ம மாண்பு முதலமைச்சரே நைட்லேயே சொன்ன மாதிரி தான், அருகாமையில் இருக்கிற திண்டுக்கல், திருச்சி, சேலம், நாமக்கல் போன்ற மருத்துவர்கள் வந்து அந்த மருத்துவமனை டீனோட அந்த டீமே வந்திருக்காங்க. ஸோ அவங்க ஒத்துழைப்பால் தான் மிக விரைவாக பண்ணிகிட்டு இருக்காங்க. ஸோ உங்களுக்கே தெரியும், இரவு பகலாக அவங்க கன்வென்ஸ் பண்ணிட்டு இருக்காங்க. அவங்களோட எஃபர்ட்ஸ் போட்டுட்டு இருக்காங்க. எவ்வளோ விரைவாக உடல்களை உறவினர்கள்ட்ட கொடுக்க முடியுமோ அதுக்காக கொடுக்கறதுக்கும் ஒரே ஒருத்தர் மட்டும் இன்னும் பண்ண வேண்டியிருக்கு. அதையும் ஐடென்டிஃபை பண்ணுறதுக்கான முயற்சிகள் எடுத்து ஒரு பெண் ஒருத்தர் ஐடென்டிஃபை பண்ண வேண்டியிருக்கு. ஸோ அது மட்டும் நம்ம வெவ்வேறு சோர்சஸில் அவங்களோட ஃபோட்டோ ஷேர் பண்ணி எடுத்துட்டு இருக்கோம். ஸோ விரைவாக அவங்க வருவாங்க அப்படிங்கிறது. 14 ஹேண்ட் ஓவர் பண்ணிட்டோங்க. மற்றதும் சீக்கிரம். பிஎம் எவ்வளோ முடிஞ்சிருக்கு சார்? இல்லை, பிஎம் 14 முடிஞ்சிருச்சு. இன்னொரு 4 போயிட்டு இருக்கு. ஸோ முடிக்க அப்பப்போ உறவினர்கிட்ட கொடுத்துட்டு இருக்கோம். சரி, தேங்க்யூ. ഉന്മേഷ്, ഇത് കരൂർ മെഡിക്കൽ കോളേജിന്റെ ഡീനാണ് ഇപ്പോൾ നമ്മളുമായി പ്രതികരിച്ച അദ്ദേഹം പറയുന്നത് ഈ 39 മൃതദേഹങ്ങളിൽ 38 തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു മൃതദേഹം തിരിച്ചറിയാനുണ്ട്. അതിൽ ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളോട് ഈ മൃതദേഹം തിരിച്ചറിയുന്നതിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിസ്സിംഗ് കേസുകളുള്ള ആളുകളോട് വരാൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഡീൻ തന്നെ വ്യക്തമാക്കിയത്. 14 മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും 3 മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയപ്പോൾ പുറത്തേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങളും ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഈ നിലവിൽ ഈ ആശുപത്രിയിൽ ഈ കരൂർ മെഡിക്കൽ കോളേജിലുള്ള 51 പേരിൽ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരം എന്നുള്ളതാണ് ഇപ്പോൾ ഡീൻ വ്യക്തമാക്കുന്നത്. ബാക്കിയുള്ളവരുടെ, അതായത് ICUവിൽ 11 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ നില മാത്രമാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടു നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം കൂടുതൽ ഡോക്ടർമാരെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കുക മാത്രമല്ല, ചികിത്സ അടക്കം മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വലിയ സംഘത്തെ അടക്കം എത്തിച്ചിരിക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. നാമക്കല്ലിൽ നിന്ന് ഈ ഡീൻ അടക്കം എത്തിക്കൊണ്ട്, ആ മെഡിക്കൽ കോളേജിലെ ഡീൻ അടക്കം എത്തിക്കൊണ്ടാണ് ഈ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ, അതായത് ഈ 14 മൃതദേഹങ്ങൾ കൈമാറിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിച്ച ശേഷം അതിൽ മാലയടക്കം ചാർത്തുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3 മൃതദേഹങ്ങൾ കൂടി ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 17 മൃതദേഹങ്ങൾ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ 38 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മൃതദേഹം കൂടി തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഡീൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഉന്മേഷ്, അതോടൊപ്പം തന്നെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, 1.5 വയസ്സുകാരനും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഒടുവിൽ ലഭിക്കുന്ന വിവരം. വടിവേൽ നഗർ സ്വദേശി ദുർവേശ് ആണ് മരിച്ചത്. 1.5 വയസ്സ് മാത്രമായിരുന്നു ഈ കുട്ടിയുടെ പ്രായം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഏറെ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങളാണ് അനുനിമിഷം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 107 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. അതിൽ 17 പേരുടെ നില അതീവ ഗുരുതരം എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമായി പുറത്തു വരുന്നുണ്ട്. മരിച്ചതിൽ 39 പേർ മരിച്ചതിൽ 38 പേരെ തിരിച്ചറിഞ്ഞു. കുട്ടികളുണ്ട് 9 പേർ, 17 സ്ത്രീകളുണ്ട്, 29 പേർ ഈ മരിച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് കൂടി ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. മൃതദേഹം ഇവരെ ഈ 29 പേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 107 പേർ ചികിത്സയിൽ കഴിയുന്നതിൽ 17 പേരുടെ നിലയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വരും. അതോടൊപ്പം തന്നെ വിവിധ
ആശുപത്രികളിലായി 51 പേർ ICUവിലും കഴിയുന്നുണ്ട്. എന്തായാലും തമിഴ്നാട് ആരോഗ്യമന്ത്രി M. സുബ്രഹ്മണ്യൻ അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അമരാവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഈ കരൂർ സർക്കാർ ആശുപത്രിയിലുമാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഉള്ളത്. ഇരു ആശുപത്രികളിലും ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ഇവിടെ എത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന് പിന്നാലെ മുൻ മന്ത്രിയും MLA-യുമായ സെന്തിൽ ബാലാജി, അതോടൊപ്പം തന്നെ തിരുച്ചിറപ്പള്ളി, ദിണ്ടിഗൽ, നാമക്കൽ ജില്ലകളിലെ കളക്ടർമാർ എന്നിവരെല്ലാവരും തന്നെ ഈ സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംഘം അടക്കം ഇപ്പോൾ ഇവിടെ ഈ ചികിത്സ ഉറപ്പാക്കുന്നതിന് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അതീവ വേഗത്തിൽ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനുള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. മരിച്ചവരിൽ ഒരാളെ കൂടി തിരിച്ചറിയാനുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഒരു കുടുംബത്തിലെ 3 പേർ വരെ മരിച്ച വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു നടുക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അനുനിമിഷം ഒരു സങ്കടക്കടലായി തന്നെ ഈ കരൂർ മെഡിക്കൽ കോളേജും സമീപ ആശുപത്രികളും മാറുകയാണ്. ഉന്മേഷ്, എന്തായാലും രാജ്യം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വലിയ ദുരന്തത്തിന് സാക്ഷിയാവുകയാണ് കരൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് സൂരജ് സജി തത്സമയ വിവരങ്ങൾ നൽകിയത്. കരൂർ മെഡിക്കൽ കോളേജ് ഡീൻ ഏറ്റവും ഒടുക്കം പറഞ്ഞതനുസരിച്ച് 39 പേർ മരിച്ചതിൽ 38 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളെ മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ആ ഒരാളെ തിരിച്ചറിയാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് 107 പേരാണ് അമരാവതി ആശുപത്രിയിലും കരൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സയിലുള്ളത്. ഇതിൽ 51 പേർ ICUവിലാണ്. ഇപ്പോൾ റെഡ് സോണിലല്ല എന്നൊരു ആശ്വാസ വാർത്ത ഈ പറഞ്ഞതുപോലെ ഡീൻ നേരത്തെ പങ്കുവയ്ക്കുന്നു. എന്നിരുന്നാലും ഒരു വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഭൂമിയിൽ, പ്രത്യേകിച്ച് കരൂർ മെഡിക്കൽ കോളേജിന് മുമ്പിൽ അങ്ങേയറ്റം കണ്ണീർ കാഴ്ചകളാണ് കാണാനാകുന്നത്. ഇന്നലെ രാത്രി വരെ അവരോടൊപ്പം ഉണ്ടായിരുന്ന വിജയ് എന്ന അവരുടെ പ്രിയപ്പെട്ടയാളെ കാണാൻ വേണ്ടി എത്തിയ അവരുടെ പ്രിയപ്പെട്ടവർ ഇന്ന് ജീവനോടെ ഇല്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, അത് ഉൾക്കൊള്ളാനാകാത്ത രീതിയിൽ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളുമായി ഒരുപാട് മനുഷ്യർ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ ചികിത്സയുള്ളവർക്ക് പരമാവധി ഏറ്റവും മികച്ച ചികിത്സ നൽകാനുള്ള എല്ലാ നടപടികളും തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ സമീപത്തെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും വിദഗ്ധ സംഘത്തെയും മികച്ച ഡോക്ടർമാരെയും അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇന്നലെ രാത്രി തന്നെ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഒരു വലിയ സംഘം, വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സ് അടക്കം ഒരു വലിയ സംഘം അവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഏകോപനം നടത്താൻ സമീപ ജില്ലകളിലെ ജില്ലാ കളക്ടർമാരടക്കം മന്ത്രിമാരടക്കം ഒരു വലിയ സർക്കാർ സംവിധാനങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. എന്തായാലും അങ്ങേറ്റം സങ്കടകരമായ ഒരു വാർത്തയാണ് കരൂരിൽ നിന്ന് വരുന്നത്. ഇന്നലെ TVK നടത്തിയ പൊതുയോഗത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 39 മനുഷ്യജീവനുകൾ ഇല്ലാതായിരിക്കുന്ന ഏറ്റവും നടുങ്ങുന്ന വാർത്ത. സമീപ കാലത്തൊന്നും രാജ്യം കേട്ടിട്ടില്ലാത്ത രീതിയിൽ വലിയ ദുരന്തം, അതും ഒരു പാർട്ടിയുടെ പൊതുയോഗത്തിൽ. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നതിനപ്പുറത്തേക്ക് സംഘാടനത്തിലെ ഏറ്റവും വലിയ വീഴ്ച കൂടിയാണ് അവിടെ തെളിയുന്നത്. നേരത്തെ ശ്രീകുമാരൻ ഈ പറഞ്ഞ കരൂരിലെ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിങ്ങിൽ അവിടുത്തെ മനുഷ്യരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പോലെ വലിയൊരു അമർഷം അവരുടെ ഉള്ളിലേക്കുണ്ട്. ഒരുപാട് ഘടകങ്ങൾ ഇതിന് കാരണമായി. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് ഉത്തരവാദികൾ എന്ന ചോദ്യങ്ങൾക്കപ്പുറം ഒരു വലിയ വീഴ്ച, ഒരു മിസ്മാനേജ്മെന്റ് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ, തെളിവുകളാണ് ഈ മണിക്കൂറുകളിൽ, ഏറ്റവും പുതിയ മണിക്കൂറുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേറ്റം സങ്കടകരമായ വാർത്ത. നമ്മൾക്കറിയുന്ന പോലെ തന്നെ നാമക്കല്ലിൽ നിന്ന് വിജയയുടെ ആ പൊതുയോഗം അതൊരു വാഹന പ്രചരണ ജാഥ എന്ന മട്ടിലാണ് 38-39 കിലോമീറ്റർ ഇപ്പുറമുള്ള ഈ പറയുന്ന കരൂരിലേക്ക് വരുന്നത്. അവിടെ കരൂരിൽ രാവിലെ 6 മണി മുതൽ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ വിജയ് 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കരൂരിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷേ സ്വാഭാവികമായി നമ്മൾ പണ്ട് തൃച്ചി സമ്മേളനങ്ങളടക്കം വിജയുടെ സമ്മേളനം നമ്മൾ കണ്ടതാണ്. പറയുന്ന സമയത്തിനൊക്കെ അപ്പുറം ഒരുപാട് മണിക്കൂറുകൾ വൈകിയാണ് വിജയ് ഈ പറയുന്ന പൊതുയോഗങ്ങൾ നടക്കുന്ന വേദികളിലേക്ക് എത്താറ്. അങ്ങനെ നാമക്കല്ലിൽ നിന്ന് 12 മണിക്ക് കരൂരിൽ വന്ന് സംസാരിക്കേണ്ട വിജയ് ഏറ്റവും ഒടുക്കം എത്തിയത് രാത്രി 7 മണി 8 മണിയോട് കൂടിയാണ്. ഈ സമയത്ത് നാമക്കല്ലിൽ നിന്ന് വിജയ് അനുഗമിച്ച ഒരു വലിയ ആരാധക വൃന്ദം, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കരൂരിൽ രാവിലെ മുതൽ തടിച്ചുകൂടിയ ജനങ്ങൾ, ഇവരെല്ലാം കൂടി ചേർന്നപ്പോഴാണ് ഒരു വലിയ ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടത്. ഇതാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. ഈ പരിപാടിക്ക് അനുമതി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നടക്കമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇന്നലെ M.K. സ്റ്റാലിൻ പുറത്തുവിട്ട ആ ബ്രീഫ് പ്രസ് നോട്ടിലടക്കം പറയുന്ന അനുമതിയില്ലാതെ നടത്തിയ റാലിയിൽ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അനുമതി ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. ഇല്ല എന്ന ഭാഗത്ത് തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. അതിനുമപ്പുറത്തേക്ക് പോലീസ് വീഴ്ച, ഈ പറഞ്ഞ TVK എന്ന ഫ്യൂട്ടൽ, അതായത് ഏറ്റവും പുതിയ പാർട്ടി എന്ന രീതിയിൽ അവരുടെ ഒരു ഓർഗനൈസിംഗിൽ ഉണ്ടാവുന്ന മിസ്മാനേജ്മെന്റ്, പിഴവെല്ലാം കൂടിയാണ് ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഒരു വലിയ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതിൽ, ഒരു വലിയ ക്രൗഡിനെ നിയന്ത്രിക്കുന്നതിൽ, വലിയ കൂട്ടത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഒരു ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തമിഴ്നാടിനോട് വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ
നിയമ നടപടികളുള്ളതാണെങ്കിൽ ഈ വരുന്ന മണിക്കൂറുകൾ ഏറ്റവും ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ശേഷിക്കുന്ന ചികിത്സയിലുള്ള മനുഷ്യരുടെ ജീവന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ചികിത്സകൾ നൽകേണ്ട മണിക്കൂറുകളാണ്. അതിനപ്പുറത്തേക്ക് മരിച്ചവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്രിമേഷൻ, അവർക്ക് സംസ്കാര നടപടികൾ ഒരുക്കേണ്ട മണിക്കൂറുകളാണ്. അങ്ങനെ എല്ലാ തരത്തിലും അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ച. രാജ്യത്തിന്റെ കണ്ണുകൾ കരൂരിലേക്ക് ചുരുങ്ങുന്ന സമയമായി ഈ മണിക്കൂറുകൾ മാറുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ്, കരൂരിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധികൾ നമുക്ക് വിവരങ്ങൾ നൽകി പോന്നിരുന്നത്. ഇപ്പോൾ സൂരജ് സജി കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ചെയ്യുന്നു. സൂരജ്, ഈ നേരത്തെ പറഞ്ഞതുപോലെ 107 പേർ അവിടെ ചികിത്സയിലുണ്ടെന്ന് പറയുന്നു, അമരാവതി ആശുപത്രിയിലും കരൂർ മെഡിക്കൽ കോളേജിലുമായി. ഈ 107 പേരുടെ കൂടാതെയാണോ 51 പേർ ICUയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്? നേരത്തെ തന്നെ ഇന്നലെ രാത്രി തന്നെ ഏറ്റവും മികച്ച സംഘങ്ങളെ, മെഡിക്കൽ വിദഗ്ധരെ, ഡോക്ടേഴ്സിനെയൊക്കെ കൃത്യമായി പല ജില്ലകളിൽ നിന്ന് ഈ പറയുന്ന കരൂരിലേക്ക് എത്തിക്കുന്നതിൽ, ഷിഫ്റ്റ് ചെയ്യുന്നതിൽ സർക്കാർ വലിയ ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇത് ഒരു വലിയ ഉപകാരമായി. ഇപ്പോൾ ഒരു വലിയ വിദഗ്ധ സംഘം, മികച്ച ഡോക്ടേഴ്സ് എല്ലാം അടക്കമുള്ള വലിയ സൗകര്യങ്ങൾ അവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.